ഞാൻ എൻ്റെ സഹോദരിമാരോട് പറയട്ടെ, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു നിസ്കാരമുണ്ട് നിസ്കാരത്തിന്റെ കൂട്ടത്തിൽ. അതേതാ? മെൻസസ് കാലത്ത്, അതുപോലെ തന്നെ പ്രസവം കഴിഞ്ഞ നേരത്ത് 40 ദിവസക്കമായ നമ്മളെ നാട്ടിൽ കൊണ്ടൊരു 40 കുളി. ഇവിടെ ഇല്ലേ? ഇവിടെ ഉണ്ട് 40 കുളി. കുളിച്ചോട്ടെ, കുഴപ്പമൊന്നുമില്ല. നല്ല ഭക്ഷണം ഉണ്ടായിക്കോട്ടെ, കഴിച്ചോട്ടെ, അതിനും കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഈ നിഫാസ് രക്തം 20-25 നേരത്തെ നിന്നിട്ടുണ്ടെങ്കിൽ പിന്നെ 40 കഴിഞ്ഞിട്ട് നിസ്കരിക്കാന്ന് എഴുതി പിന്തിച്ചു പോകരുത്. നിസ്കാരം നേരത്തെ നടക്കണം. പിന്നെ അവരങ്ങനെ വിശ്രമിച്ചോട്ടെ, കിടന്നോട്ടെ, നല്ല പോഷകാഹാരങ്ങൾ കഴിച്ചോട്ടും തകരാറില്ല. പക്ഷെ ടൈമിൽ നിസ്കരിച്ചോളണം. നിസ്കരിക്കാനായോ? നിർബന്ധ കുളിയൊക്കെ കുളിച്ച് 10 ദിവസമായി, പിന്നെ നിസ്കരിക്കാത്ത 40 ആയിക്കോട്ടെ, അങ്ങനെ പിന്തിക്കലില്ല. എപ്പോഴാണോ നിഫാസ് രക്തം നിലക്കുന്നത് അപ്പൊ നിർബന്ധത്തിന്റെ നിയത്ത് വെച്ച് കുളിച്ച് ഓരോ ടൈമിലുമുള്ള നിസ്കാരങ്ങൾ നിർവഹിക്കണം. 40 ആയിട്ടേ കുളിച്ച് നിസ്കരിക്കാവൂ എന്ന് ധരിക്കരുത്. മെൻസസായ ഒരു പെണ്ണിന് പകല് സമയത്ത് 2 മണിക്ക് 2:30 മണിക്ക് ബാങ്ക് കൊടുക്കുന്നത് 12:30-ക്ക് ശേഷമല്ലേ? 1 മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ കിട്ടിയിട്ടുണ്ട്, നിസ്കരിക്കാൻ സൗകര്യം കിട്ടിയിട്ടുണ്ട്. ആ പെണ്ണിനാ ളുഹർ പെരടിയിൽ നിർബന്ധമായി. 2:30 മണിയാകുമ്പോ മെൻസസായ പെണ്ണ് എങ്ങനെ ഉസ്താദേ നിസ്കരിക്കുക? 4-5 ദിവസം കഴിയുമ്പോ, അല്ലെങ്കിൽ 6-7 ദിവസം കഴിയുമ്പോ ഈ മെൻസസ് അങ്ങ് നിലച്ചു പോകും. നിർബന്ധത്തിന്റെ കുളി കുളിച്ചിട്ട് തുടങ്ങുന്ന ദിവസത്തിലെ ളുഹറില്ലേ, ആ ളുഹറിന്റെ കൂടെ ജമ്മാക്കപ്പെടുന്ന അസുറില്ലേ, രണ്ടും നിസ്കരിക്കല് വീട്ടിൽ നിർബന്ധമാ.